السلام عليكم ورحمة الله. أشهد أن لا إله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ കുട്ടികളെ വഖഫ് ചെയ്യണമെന്ന വികാരം വർദ്ധിച്ചിരിക്കുകയാണ്. നിത്യേന എനിക്ക് മാതാപിതാക്കളുടെ കത്തുകൾ ലഭിക്കുന്നു. ചില ദിവസങ്ങളിൽ ഇതിന്റെ എണ്ണം 20 മുതൽ 25 ആയിത്തീരുന്നു. അതിൽ മാതാപിതാക്കൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടികളെ വഖഫേനോയിൽ ഉൾപ്പെടുത്തുന്നതിനായി അപേക്ഷിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ആദ്യം ഇത് സ്ഥായിയായ ഒരു പദ്ധതിയായിരുന്നില്ല. പിന്നീട് അതിനെ സ്ഥിരമായ ഒരു പദ്ധതിയാക്കി മാറ്റി. എല്ലാ രാജ്യത്തിലെയും ജമാഅത്തുകൾ, പ്രധാനമായും മാതാക്കൾ, അതിന് ലബേക്ക് പറഞ്ഞു. ഇന്നേക്ക് 12-13 വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തിന്റെ പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടായ കാരണത്താൽ വഖഫേനോയിലുണ്ടായ അംഗസംഖ്യ 28,000 മുകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിലെ അംഗസംഖ്യ 61,000 എത്തിയിരിക്കുകയാണ്. അതിൽ 36,000 മുകളിൽ ആൺകുട്ടികളും ബാക്കി പെൺകുട്ടികളുമാണ്. അങ്ങനെ സമയം മാറുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ വഖഫ് ചെയ്യണമെന്ന വികാരം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ വെറും കുട്ടികളെ വഖഫിനായി സമർപ്പിക്കുക എന്നതിലൂടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അവസാനിക്കുകയില്ല. മറിച്ച് മുമ്പത്തേക്കാൾ അധികമായി ഉയരുകയാണ് ചെയ്യുന്നത്. ഒരു അഹമ്മദി കുട്ടിയുടെ ശിക്ഷണം മാതാപിതാക്കളിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ നന്മ ആഗ്രഹിക്കുന്നു, അവന് ഭൗതിക അറിവ് നൽകാൻ ആഗ്രഹിക്കുന്നു, ശിക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നു. മതപരമായ കാര്യങ്ങളിൽ താൽപര്യമുള്ള മാതാപിതാക്കളാണെങ്കിൽ ദീനീ അറിവ് നൽകാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ കാര്യവും ഓർമ്മിക്കേണ്ടതാണ്, അവരുടെ അടുത്തുള്ള എല്ലാ കുട്ടികളും, പ്രധാനമായും വഖഫിനോ കുട്ടികൾ, ജമാഅത്തിന്റെ അമാനത്താണ് അവരുടെ അടുക്കൽ നൽകിയിട്ടുള്ളത്. അവരുടെ ദീനീ ശിക്ഷണം അവരെ സമൂഹത്തിന്റെയും ജമാഅത്തിന്റെയും ഉത്തമ ഭാഗമാക്കേണ്ടതും മാതാപിതാക്കളുടെ നിർബന്ധ കടമയാണ്. എന്നാൽ
വാഖ്ഫിനെ നൗ കുട്ടികളുടെ തർബിയത്ത്, ആത്മീയ ഭൗതിക അറിവിലേക്കുള്ള പ്രത്യേകമായ ശ്രദ്ധ, അവരെ ഉത്തമ നിലയിൽ തയ്യാറാക്കി ജമാഅത്തിന് നൽകുക എന്നത് ജനനത്തിന് മുമ്പ് മാതാപിതാക്കൾ ചെയ്ത പ്രതിജ്ഞ കാരണത്താലും വളരെ വലിയ ഉത്തരവാദിത്തമായി മാറുന്നു. അതായത് ഏതൊന്നാണ് ഞങ്ങളുടെ ഇവിടെ ജനിക്കുന്നത്, അതാണായാലും പെണ്ണായാലും, അതിനെ അള്ളാഹുവിനു വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസന്റെ മിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അത് നേർമാർഗ പുനഃസ്ഥാപനത്തിന്റെ മിഷനാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനുള്ള മിഷനാണ്. അള്ളാഹുവിനോടുള്ള കടമ പൂർത്തിയാക്കുന്നതിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള മിഷനാണ്. പരസ്പരമുള്ള കടമ പൂർത്തീകരിക്കുന്നതിനായി ഇസ്ലാമിക അധ്യാപനങ്ങൾ ലോകത്തിലെ ഓരോ വ്യക്തികളിലും എത്തിക്കാനുള്ള മിഷനാണ്. ഇത് വളരെ നിസ്സാരമായ ഒരു ഉത്തരവാദിത്തമല്ല. വഖഫ് നൗ കുട്ടിയുടെ മാതാപിതാക്കളിൽ പ്രധാനമായും മാതാവ് തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ജനനത്തിന് മുമ്പ് അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അതിനെ സമർപ്പിക്കുന്നു. കാലത്തിന്റെ ഖലീഫയ്ക്ക് എഴുതുന്നു, ഞങ്ങൾ ഹസ്രത്ത് മറിയമിന്റെ മാതാവിനെ പോലെ അള്ളാഹുവിനോട് ഈ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുട്ടിയെ വഖഫ് നൗ പദ്ധതിയിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. റബ്ബി ഇന്നി നസർതു ലക മാഫി ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്ത സമീഉൽ അലീം. എന്റെ നാഥ, ഏതൊന്നാണ് എന്റെ വയറ്റിലുള്ളത് അത് ഞാൻ നിനക്കായി സമർപ്പിക്കുകയാണ്. അത് എന്താണെന്ന്, ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഏതായാലും ഇത് ദീനിന്റെ സേവനാകണം എന്നതാണ് എന്റെ ആഗ്രഹവും ദുആയും. വതഖബ്ബൽ മിന്നി, എന്റെ ഈ ആഗ്രഹത്തെയും ദുആയെയും സ്വീകരിച്ചാലും. ഇന്നക അന്ത സമീഉൽ അലീം, നീ വളരെ ഉത്തമ നിലയിൽ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. എന്റെ വിനീതമായി ഈ ദുആ നീ കേട്ടാലും ഈ ദുആ എന്റെ ഹൃദയശബ്ദമാണെന്ന് നിനക്കറിയാം. ഇത് കുട്ടിയെ വഖഫ് ചെയ്യുന്നതിന് മുമ്പുള്ള മാതാവിന്റെ അവസ്ഥയാണ്. അവരുടെ കുട്ടിയെ വഖഫ് ചെയ്യുന്നതിനായി സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കണം അവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്. ഒരു അഹമ്മദി മാതാവിന്റെ അവസ്ഥ ഇത്തരത്തിലായിരിക്കണം. ഇതിൽ പിതാവും പങ്കാളിയാണ്. അവർ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുന്നതിലും ദുആ സ്വീകരിക്കുന്നതിനും വേണ്ടി ഏതൊരു ഉത്തരവാദിത്തമാണ് ഈ മാതാവിന്റെയും പിതാവിന്റെയും മേൽ അർപ്പിതമായിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ബോധവും ഈ വഖഫ് നൗവിൽ അംഗമാകുന്ന കുട്ടിയുടെ മാതാവിന്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വഖഫ് നൗവിൽ മാതാവിന്റെയും പിതാവിന്റെയും പരസ്പരമുള്ള സമ്മതപ്രകാരമാണ് കുട്ടിയെ സമർപ്പിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ദുആ ഏതെങ്കിലും പഴയകാലത്തെ ഒരു കഥ കേൾപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയല്ല സംരക്ഷിച്ചിരിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന് ഈ ദുആ എത്രമാത്രം ഇഷ്ടമായി എന്നാൽ വരും കാല മാതാക്കളും ഈ ദുആ ചെയ്തുകൊണ്ട് തങ്ങളുടെ മക്കളെ ദീനിനു വേണ്ടി അസാധാരണമായ നിലയിൽ ത്യാഗം വരിക്കുന്നവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണെന്ന പ്രതിജ്ഞ ചെയ്യുന്നവരാണ്. എന്നാൽ വഖഫ് ചെയ്യുന്നവരിൽ ഈ നിലവാരത്തിന്റെ ഉന്നത നില കരസ്ഥമാക്കുന്നവരായിരിക്കണം. തുടക്കത്തിൽ തന്നെ മാതാവും പിതാവും തങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നീ വഖഫാണ്, ഞങ്ങൾ നിന്നെ ദീനിനെ സേവിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് വഖഫ് ചെയ്തിരിക്കുന്നത്, അത് മാത്രമാണ് നിന്റെ ജീവിത ലക്ഷ്യമായിരിക്കേണ്ടതെന്ന കാര്യം ഇട്ടുകൊടുക്കുകയും അതോടൊപ്പം ദുആയും ചെയ്യുകയും ചെയ്താൽ
പിന്നെ ഈ കുട്ടി ദീനിനെ സേവിക്കണമെന്ന ചിന്തയോടുകൂടിയായിരിക്കും വളർന്നു വരിക. എനിക്ക് ബിസിനസ്മാൻ ആകണം എന്ന ചിന്തയിൽ ആയിരിക്കില്ല അവൻ വളരുക. എനിക്ക് കായിക താരമാകണമെന്നോ ഇന്ന ഇന്ന വിഭാഗത്തിൽ പോകണമെന്ന ചിന്തയോ ഉണ്ടാകുകയില്ല. മറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമായിരിക്കും: ഞാൻ വഖഫിനോവാണ്, എന്നോട് ജമാഅത്ത് പറഞ്ഞാലും ഖലഫത്തിന്റെ ഖലീഫ എന്നോട് പറഞ്ഞാലും ഞാൻ എവിടെയാണ് പോകേണ്ടത്? എനിക്ക് ഈ ലോകത്തിൽ യാതൊരു ലക്ഷ്യവുമില്ല. ഏതൊരു പ്രതിജ്ഞയാണ് എന്റെ മാതാവ് എന്റെ ജനനത്തിനു മുമ്പ് ചെയ്തത്? ഏതൊരു ദുആയാണ് എന്റെ ജനനത്തിനു മുമ്പ് ആവശ്യപ്പെട്ടത്? പിന്നീട് ഈ ലോകത്തിന് പകരമായി ദീനിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട തർബിയത്ത് എല്ലാം എന്റെ ഭാഗ്യമാണ്. എന്റെ മാതാവിന്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. എന്റെ മാതാവ് എന്റെ തർബിയത്തിന് വേണ്ടി ചെയ്ത പരിശ്രമത്തിൽ അള്ളാഹു ഫലം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യാതൊരുവിധ ഭൗതിക ദുരാഗ്രഹമോ അതിമോഹമോ കൂടാതെ ദീനിന് വേണ്ടി മാത്രമായി സ്വയം വഖഫ് ചെയ്യുകയാണ്. ഈ ചിന്തയുടെ പ്രകടനം ആദ്യം വഖഫിനോ കുട്ടികൾ തങ്ങളുടെ വഖഫ് പുതുക്കിക്കൊണ്ട് 15ാമത്തെ വയസ്സ് പ്രായത്തിൽ ചെയ്യേണ്ട നിർബന്ധമാണ്. ഇതിനായി ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവർ അവരുടെ വഖഫ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് 15ാമത്തെ വയസ്സിൽ കൃത്യമായി എഴുതി അവരിൽ നിന്ന് വാങ്ങുക. പിന്നീട് 20-21ാമത്തെ വയസ്സിൽ, അതല്ല എങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ജാമിയയിൽ പ്രവേശനം നേടാത്ത എല്ലാവർക്കും ഈ കാര്യം വീണ്ടും എഴുതി അറിയിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ആരോടെങ്കിലും ഏതെങ്കിലും ശൂബയുടെ തർബിയത്ത് ചെയ്യുക എന്ന് പറയപ്പെട്ടാൽ അപ്പോൾ വീണ്ടും എഴുതുക. അങ്ങനെ എല്ലാ അവസ്ഥയിലും ഒരു വഖഫിനോവിന് തന്റെ ഹൃദയാഭിലാഷത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അവസ്ഥ, തങ്ങളുടെ വഖഫ് നിലനിർത്തുവാനുള്ള താൽപര്യം പ്രകടമാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഇക്കാര്യത്തെ സംബന്ധിച്ച് മുമ്പ് പലതവണ വിശദമായി വിവരിച്ചിട്ടുള്ളതാണ്. ഒരു വഖഫിനോ കുട്ടിക്ക് ഞങ്ങൾ ഭൗതിക നിലയിൽ എങ്ങനെ ജീവിക്കുമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഞങ്ങൾ മാതാപിതാക്കളെ സാമ്പത്തികമായി എങ്ങനെ സഹായിക്കും, അതല്ലാതെ മറ്റു രീതിയിൽ ശാരീരികമായ നിലയിൽ എങ്ങനെ സേവനം ചെയ്യും എന്ന ചിന്തയും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ വഖഫിനോ കുട്ടികളുമായി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിലൊരു ആൺകുട്ടി ഈ ചോദ്യം ഉന്നയിച്ചു: ഞങ്ങൾ വഖഫ് ചെയ്ത് ജമാഅത്തിന് എല്ലാ സമയവും സേവനം ചെയ്യുന്നതായാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സാമ്പത്തികവും ശാരീരികവുമായി അല്ലെങ്കിൽ പൊതുവായുള്ള സേവനം എങ്ങനെ ചെയ്യാനാണ്? ഈ ചോദ്യം ഉണ്ടാകുക എന്നത് തന്നെ മാതാപിതാക്കൾ തങ്ങളുടെ വഖഫിനോ കുട്ടിയുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യം ഉണ്ടാക്കിയെടുത്തില്ല എന്നാണ് തെളിയിക്കുന്നത്. അതായത്, നിന്നെ ഞങ്ങൾ വഖഫ് ചെയ്തു, ഇനി നീ ജമാഅത്തിന്റെ അമാനത്തായി മാത്രം ഞങ്ങളുടെ പക്കൽ അവശേഷിച്ചിരിക്കുകയാണ്. മറ്റ് സഹോദരീ സഹോദരന്മാർ ഞങ്ങളെ സേവിക്കുന്നതാണ്. നീ കാലത്തിന്റെ ഖലീഫയ്ക്ക് സ്വയം സമർപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഹസ്രത്ത് മറിയം അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ ദുആയിലെ വാക്കുകൾ മുഹററൻ എന്നതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ഈ കുട്ടിയെ ഭൗതിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തി ദീനിന്റെ ഉത്തരവാദിത്തം മാത്രം അവന് പ്രാധാന്യമായിരിക്കുക എന്നതാണ് എന്റെ ദുആ.
അതിനാൽ ഈ മാതാക്കളോടും പിതാക്കളോടും ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വഖഫെ നൗ എന്ന പേര് മാത്രം ഉണ്ടാക്കി വെക്കുക എന്നത് മാത്രം മതിയായതല്ല, മറിച്ച് വഖഫ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അതൊരു വഖഫെ നൗ യുവത്വത്തിൽ എത്തിച്ചേരുന്നത് വരെ മാതാപിതാക്കൾക്കും അതിനുശേഷം അവർ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. ചില ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രകടനപരമായി വലിയ ആവേശം കാണിക്കുന്നു, തങ്ങളുടെ സേവനം സമർപ്പിക്കുന്നു. എന്നാൽ പിന്നീട് ചില ഉദാഹരണങ്ങൾ മുന്നിൽ വരുന്നു. ജമാഅത്ത് ഏതൊരു അലൗൺസാണ് നൽകുന്നത്, അതിൽ അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ല എന്ന കാരണം പറഞ്ഞ് അവർ അത് ഉപേക്ഷിക്കുന്നു. ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ചില പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരുന്നതാണ്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യം, അതായത് ജീവിതം വഖഫ് ചെയ്യുക എന്നതിൽ പരം വലുതായ മറ്റൊന്നുമില്ല എന്ന കാര്യം വഖഫേനോ കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. ഭൗതിക നിലയിൽ മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം, അല്ലെങ്കിൽ എന്റെ ഇന്ന സഹപാഠി എന്റെ അത്ര വിദ്യാഭ്യാസം നേടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, എന്നാൽ ഞാൻ ഒരു മാസം പോലും അവന്റെ ഒരു ദിവസത്തെ പ്രതിഫലം സമ്പാദിക്കുന്നില്ല എന്ന ചിന്ത ഉണ്ടാകുന്നതിന് പകരം, ഞാൻ ഏതൊരു സ്ഥാനമാണ് എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് അത് ഭൗതിക സമ്പത്തിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് എന്ന ചിന്തയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഭൗതിക സമ്പത്തിലും ധനത്തിലും തന്നേക്കാൾ താഴ്ന്നവരെ നോക്കുക, ആത്മീയ നിലയിൽ തന്നേക്കാൾ ഉയർന്നവരെ നോക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പന മുന്നിൽ വെക്കുക. അതായത് ഭൗതിക സമ്പത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന് പകരമായി ആത്മീയ ഓട്ടത്തിൽ മുന്നേറുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതിനാൽ വഖഫെ നൗവിലെ ആൺകുട്ടികൾ, പ്രധാനമായും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ, സ്വയം തങ്ങളുടെ ഭൗതികവും സാമ്പത്തികവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് പകരമായി ആത്മീയ നില മെച്ചപ്പെടുത്തുന്നതിനായി പരിശ്രമിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം എല്ലാ അഹമ്മദികളിൽ നിന്നും ഈ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തിയിരിക്കുന്നത്. അതായത് അവരുടെ നിലവാരം ഉന്നതമായിരിക്കണം. ഒരു വ്യക്തി അയാളുടെ മാതാപിതാക്കൾ ജനനത്തിന് മുമ്പായി തന്നെ അയാളെ ദീനിനായി വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് വേണ്ടി ദുആ ചെയ്തിരിക്കുന്നുവെങ്കിൽ, അയാൾക്ക് എത്തരത്തിലാണ് ഈ നിലവാരം നേടിയെടുക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനെ വസിയത്ത് ചെയ്യുക എന്നത് എന്റെ നിർബന്ധ കടമയായി മനസ്സിലാക്കുന്നു. വരുന്ന എല്ലാവരെയും ഇത് എത്തിക്കുക. ഇത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് എല്ലാ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ആരെങ്കിലും മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ ചൈതന്യത്തിനും സ്ഥായിയായ ജീവിതത്തിനും ആവശ്യക്കാരനായിട്ടുണ്ടെങ്കിൽ, അവർ അവരുടെ ജീവിതം അള്ളാഹുവിനു വേണ്ടി വഖഫ് ചെയ്യുക. എല്ലാ ഓരോരുത്തരും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ത്യാഗവും എന്റെ നമസ്കാരങ്ങളും അള്ളാഹുവിനു വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ശ്രമങ്ങളിൽ മുഴുകുക. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ അവരുടെ ആത്മാവ് പറയണം, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ എന്റെ റബ്ബിനെ അനുസരിക്കുന്നവനായി കഴിഞ്ഞിരിക്കുന്നു. പറയുന്നു, ഏതുവരെ മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കപ്പെടുന്നില്ലയോ, അള്ളാഹുവിനു വേണ്ടി ആയിക്കൊണ്ട് മരിക്കുന്നില്ലയോ, അവന് പുതുജീവൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ഞാനുമായി ബന്ധം വെച്ച് പുലർത്തുന്നു. നിങ്ങൾ എന്നെ കാണുന്നു. ഞാൻ അള്ളാഹുവിനു വേണ്ടി സമർപ്പണം ചെയ്യുന്നതിനെ എന്റെ ലക്ഷ്യമായും ഉദ്ദേശവുമായും മനസ്സിലാക്കുന്നു. ഇതാണ് അടിസ്ഥാനം, ഇതാണ് ലക്ഷ്യം. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ അകം പരിശോധിക്കുക. നിങ്ങൾ എത്ര പേരാണ് എന്റെ ഈ കർമ്മത്തെ സ്വയം തനിക്കായി ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിനു വേണ്ടി ജീവിതം വഖഫ് ചെയ്യുന്നതിനെ മഹത്തമാക്കി വെക്കുന്നത്. അതിനാൽ
വഖഫേനോ കുട്ടികൾക്ക് സാധാരണ അഹമ്മദികളെക്കാൾ ഉയർന്നുകൊണ്ട് ഈ സ്ഥാനം നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരും ദീനിനു വേണ്ടി വഖഫ് ചെയ്യുന്നു, എല്ലാവർക്കും വഖഫ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതും അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നൊരു സംഘം ദീനിന്റെ അറിവ് കരസ്ഥമാക്കുന്നതിനായി ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നീട് സ്വന്തം ആളുകളെ ഭൗതിക ജോലിയിൽ മുഴുകിയിരിക്കുന്നവരെ മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഇതും പറഞ്ഞിരിക്കുന്നു, ഭൗതിക ജോലി ചെയ്തുകൊണ്ടും ദൈവിക ഭയവും ദീനുമായിരിക്കണം മുൻപന്തിയിൽ ഉണ്ടായിരിക്കേണ്ടത്. വാഖഫീനോകൾക്ക് തങ്ങളുടെ കുറഞ്ഞതിൽ സംതൃപ്തി ഉണ്ടാകുന്ന നിലവാരത്തെ വളരെയധികം ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ത്യാഗത്തിന്റെ നിലവാരത്തെയും വളരെയധികം ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തിക നിലയിൽ വളരെ ദുർബലരാകുന്നതാണ്. സഹോദരീ സഹോദരന്മാർ ഞങ്ങളെ ചെറുതായി മനസ്സിലാക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളെ ശ്രദ്ധിക്കുകയില്ല എന്നീ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. ആദ്യം തന്നെ മാതാപിതാക്കൾക്ക് വാഖഫീനെ ചിന്തകൾ അധീനരാണെന്ന ചിന്ത ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജീവിതം ആത്മാർപ്പണം ചെയ്തവരുടെ സ്ഥാനം അതിൽ നിന്ന് വളരെ ഉയർന്നതാണ് എന്ന കാര്യം അവരുടെ ദൃഷ്ടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ജീവിതം വഖഫ് ചെയ്തവർക്ക് സ്വയം തന്നെ ലോകത്തിലെ എളിമയുള്ള വ്യക്തിയായി മനസ്സിലാക്കേണ്ടതാണ്. വാഖഫീനോ എവിടെയാണ് ത്യാഗത്തിന്റെ നിലവാരം ഉയർത്തേണ്ടത്, അവിടെ തന്റെ ആരാധനയുടെ നിലവാരത്തെയും ഉയർത്തേണ്ടതാണ്. തങ്ങളുടെ ആത്മാർത്ഥതയുടെ നിലവാരവും വർദ്ധിപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ മാതാപിതാക്കളുടെയും പ്രതിജ്ഞ പൂർത്തീകരിക്കുന്നതിനായി തന്റെ മുഴുവൻ കഴിവുകളും ശക്തികളും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതാണ്. ദീനിനു വേണ്ടി ജോലി ചെയ്യാൻ പരിശ്രമിക്കേണ്ടതാണ്. ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത്. പ്രതിഫലം നൽകാതെ ആരെയും അള്ളാഹു വിട്ടുകളയുകയില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഒരവസരത്തിൽ തങ്ങളുടെ പ്രതിജ്ഞകളെ ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പ്രശംസിച്ചത് ഇതുകൊണ്ടാണ്. അതായത് പറയുന്നു, വൈബ്രാഹിം അല്ലദീ വഫ, അദ്ദേഹം ഏതൊരു പ്രതിജ്ഞയാണ് ചെയ്തത് അത് പൂർത്തീകരിച്ചു കാണിച്ചു. അതിനാൽ പ്രതിജ്ഞകളെ പൂർത്തിയാക്കി എന്നത് ഒരു സാധാരണ കാര്യമല്ല. ആ പ്രതിജ്ഞ ജീവിതം വഖഫ് ചെയ്തവരുടെ പ്രതിജ്ഞ, അതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വേദന നിർഭരമായ വാക്കുകളിൽ നാം കേട്ടുകഴിഞ്ഞു. എത്ര മഹത്വപൂർണമായ പ്രതിജ്ഞയാണ് അത്! എല്ലാ വഖഫേനോ ആൺകുട്ടികളും പെൺകുട്ടികളും തങ്ങളുടെ ഈ പ്രതിജ്ഞയെ ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ലോകത്തൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ചില യുവാക്കളായ ദമ്പതികൾ എന്റെ അടുത്ത് വരുന്നു, പറയുന്നു, ഞാനും വഖഫേനോ ആണ്, എന്റെ ഭാര്യയും വഖഫേനോ ആണ്, എന്റെ കുട്ടിയും വഖഫേനോ ആണ്. അല്ലെങ്കിൽ മാതാവ് പറയുന്നു ഞാൻ വഖഫേനോ ആണ്, പിതാവ് പറയും ഞാൻ വഖഫേനോ ആണ്, എന്റെ കുട്ടിയും വഖഫേനോ ആണ്. വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ പ്രയോജനം ജമാഅത്തിന് ലഭിക്കുന്നത് അവർ ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ വഖഫിന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കുമ്പോഴാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് ആത്മാർത്ഥതയുടെ കാര്യം ഒരു സ്ഥലത്ത് വിശദമായി തുറന്നിരിക്കുന്നു. അതിപ്രകാരമാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി അവനോട് സത്യസന്ധത കാണിക്കുക എന്നതാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ കൂറ് സത്യമായി ഇരിക്കണം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാം ഏതൊരു സാമീപ്യമാണ് കരസ്ഥമാക്കിയത്, അതിനു കാരണം ഇതായിരുന്നു. പറയുന്നു, വൈബ്രാഹിം അല്ലദീ വഫ, ആ ഇബ്രാഹിം ആത്മാർത്ഥത കാണിച്ച ഇബ്രാഹിമായിരുന്നു. അള്ളാഹുവിനോട് കൂറ് കാണിക്കുന്നതിനും സത്യസന്ധതയും
ആത്മാർത്ഥത കാണിക്കാനും വേണ്ടി ഒരു മരണത്തെ ആവശ്യമായിട്ടുണ്ട്. ഏതുവരെ മനുഷ്യൻ ഭൗതിക ലോകത്തെയും അതിലെ ആനന്ദത്തെയും താൽപര്യത്തെയും നശിപ്പിക്കുന്നതിനായി തയ്യാറാകുന്നില്ലയോ, അല്ലെങ്കിൽ എല്ലാ അപമാനവും കാഠിന്യവും കഷ്ടപ്പാടും അള്ളാഹുവിനു വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്നില്ലയോ, അതുവരെ ഈ സിഫത്ത് ഉണ്ടാകുന്നതല്ല. വിഗ്രഹ ആരാധന എന്നത് മനുഷ്യനേതെങ്കിലും മരത്തിനെയോ കല്ലിനെയോ ആരാധിക്കുക എന്നതല്ല, മറിച്ച് ഏതൊരു വസ്തുവാണ് അള്ളാഹുവിന്റെ സാമീപ്യത്തിന് തടസ്സമായി നിൽക്കുന്നതിന് അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത്, അത് വിഗ്രഹമാണ്. ഞാൻ ബിംബാരാധന ചെയ്യുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ബിംബങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ ഡ്രാമ ബിംബമായിരിക്കുന്നു, ഇന്റർനെറ്റ് ബിംബമായിരിക്കുന്നു, സമ്പാദിക്കുന്നത് അത് ബിംബമായിരിക്കുന്നു, മറ്റു പല ആഗ്രഹങ്ങളും ബിംബമായിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യന് താൻ ബിംബാരാധന ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ അകം കൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറയുന്നു, അതിനാൽ ഏതുവരെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി മാറുന്നില്ലയോ, അവന്റെ മാർഗത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ലയോ, അതുവരെ സത്യസന്ധതയുടെയും കൂറിന്റെയും നിറം ഉണ്ടാക്കാൻ തന്നെ പ്രയാസമാണ്. പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഈ പദവി ലഭിച്ചു. അത് വെറുതെ ലഭിച്ചതാണോ? അല്ല. ഇബ്രാഹിം അല്ലദീ വഫ എന്ന ശബ്ദം തന്റെ മകനെ ബലിയറുക്കുന്നതിന് വേണ്ടി തയ്യാറായപ്പോഴാണ് ഉണ്ടായത്. അള്ളാഹു കർമ്മത്തെയാണ് ആവശ്യപ്പെടുന്നത്, പ്രവൃത്തിയിലാണ് അവൻ തൃപ്തിപ്പെടുന്നത്. ദുഃഖത്തിൽ നിന്നാണ് കർമ്മം വരുന്നത്, കർമ്മം ദുഃഖത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് മനുഷ്യന് നന്മ പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾക്കായി ത്യാഗം ചെയ്യേണ്ടതായി വരും. സ്വയം തങ്ങളെ ബുദ്ധിമുട്ടിലും ദുഃഖത്തിലും ഇടേണ്ടതായി വരും. എന്നാൽ മനുഷ്യനെപ്പോഴും ഈ ദുഃഖത്തിൽ തന്നെ ആയിരിക്കില്ല. പ്രവൃത്തി ചെയ്യുന്നതിൽ ദുഃഖമുണ്ടാകും, എന്നാൽ മനുഷ്യൻ എപ്പോഴും ഈ ദുഃഖത്തിൽ ഇരിക്കുകയില്ല. പറയുന്നു, എന്നാൽ മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി ദുഃഖം സഹിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു ആ ദുഃഖത്തെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുന്നതിനായി തന്റെ മകനെ അറുക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ, പൂർണ്ണമായും തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ മകനെ രക്ഷിച്ചു. മകന്റെ ജീവിതവും രക്ഷപ്പെട്ടു. മകനെ ബലിയർപ്പിക്കുന്നത് മൂലം പിതാവിന് ഉണ്ടാകുന്ന ദുഃഖം, ആ ദുഃഖത്തിൽ നിന്നും മോചനം നൽകി. പറയുന്നു, അദ്ദേഹത്തെ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അഗ്നിയിൽ ഇടപെട്ടു. എന്നാൽ ആ അഗ്നി അദ്ദേഹത്തിന്റെ മേൽ യാതൊരു പ്രഭാവവും ചെലുത്തിയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാകുമ്പോൾ, പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ മനുഷ്യൻ പ്രയാസം സഹിക്കാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഈ ഒരു നിലവാരമാണ് അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കുന്നതിൽ നിന്നും അവന്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നതിനും വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ നിലവാരം നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയും വെച്ചിരിക്കുന്നു. ഈ നിലവാരം എല്ലാ വഖഫേനൗകൾക്കും നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് കൂടാതെ എല്ലാ വഖഫെ ജിന്ദഗിമാരും ഇക്കാര്യം ഓർമ്മവെക്കേണ്ടതാണ്. ത്യാഗത്തിന്റെ നിലവാരം വർദ്ധിക്കുന്നില്ലയോ, ജീവിതം നിലവാരം വർദ്ധിക്കുന്നില്ല എങ്കിൽ ജീവിതം വഖഫ് ചെയ്തു എന്ന വാദം പൊള്ളയായ വാദമായിരിക്കും. ചില മാതാക്കൾ പറയുന്നു, ഞങ്ങൾ കാനഡയിൽ വന്നു, ഞങ്ങളുടെ മകൻ പാകിസ്ഥാനിൽ മുറബിയാണ് അല്ലെങ്കിൽ വഖഫ് ജിന്ദഗിയാണ്, അവനെ ഇവിടെ വിളിച്ച് ഇവിടെ ഡ്യൂട്ടി നൽകിയാലും അല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ സമീപത്ത് വന്നാലും വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യം എങ്ങനെ ഉന്നയിക്കാൻ സാധിക്കും? പിന്നെ ഈ ആഗ്രഹം എങ്ങനെ ഉണ്ടാകും? ആഗ്രഹം അതോടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ വഖഫെ നൗവിൽ അംഗമാകുന്നതിനുള്ള താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു. അത് നല്ല കാര്യം തന്നെയാണ്.
ഈ താൽപര്യത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം വർദ്ധിപ്പിക്കേണ്ടത്. അതല്ലാതെ അവസ്ഥകൾ മാറുമ്പോൾ തങ്ങളുടെ പ്രതിജ്ഞകളെ ബലഹീനമാക്കുന്നവരോ നശിപ്പിക്കുന്നവരോ ആകാതിരിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പറഞ്ഞു, ദുഃഖവും പ്രയാസവുമില്ലാതെ ത്യാഗം ഉണ്ടാകുന്നതല്ല. അവസ്ഥകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സഹിക്കേണ്ടതും കൂടിയാണ്. പ്രധാനമായും സ്വയം തങ്ങളെ വഖഫിന് സമർപ്പിച്ചവർ അല്ലെങ്കിൽ കുട്ടികളെ നൽകിയ മാതാപിതാക്കൾ, പിന്നീട് അവർ അതിനെ പുതുക്കി ഞങ്ങളുടെ പ്രതിജ്ഞ തുടർന്നു പോകുന്നതാണ്. ഏതുപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി എല്ലാ ത്യാഗത്തിനും ദുഃഖത്തിനും തയ്യാറാകുമ്പോൾ പിന്നെ അള്ളാഹുവും അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു അവൻ ഉപേക്ഷിക്കുകയില്ല, അളവറ്റ നിലയിൽ അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു എല്ലാ വാഖ്ഫിനേനൗ അവരുടെ മാതാപിതാക്കളെയും വഖഫിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തങ്ങളുടെ പ്രതിജ്ഞകളെ പൂർത്തീകരിക്കുന്നവരാക്കി തീർക്കട്ടെ. തങ്ങളുടെ ആത്മാർത്ഥതയുടെ നിലവാരത്തെ ഉന്നതത്തിൽ ഉന്നതമാക്കി കൊണ്ടുപോകുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ചുരുങ്ങിയ നിലയിൽ ചില സംഘടനാപരമായ കാര്യങ്ങളും വാഖഫിങ്ങൾക്കുള്ള പ്രവർത്തന രൂപരേഖയിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചില വഖഫേനോ അംഗങ്ങളുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ട്. അവർ വഖഫേനോ ആയതുകൊണ്ട് അവർക്ക് ഒരു വ്യതിരിക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. തീർച്ചയായും ഒരു ഐഡന്റിറ്റി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഐഡന്റിറ്റിയോടൊപ്പം അവരോട് അസാധാരണമായ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പെരുമാറ്റം ഉണ്ടാവുകയില്ല. മറിച്ച് അവർ ഈ ഐഡന്റിറ്റിയോടൊപ്പം തങ്ങളുടെ ത്യാഗത്തിന്റെ നിലവാരം ഉയർത്തേണ്ടതായി വരും. ചിലർ തങ്ങളുടെ വഖഫേനോ കുട്ടികളുടെ ഉള്ളിൽ ഈ കാര്യം ഇടുന്നു, നീ വളരെ സ്പെഷ്യലായ ഒരു കുട്ടിയാണ്. അതിന്റെ ഫലം ഇതാണ്, ഇവർ വലുതാകുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഇവർ സ്പെഷ്യലാണ് എന്നത് മാത്രം ബാക്കിയാകുന്നു. ഈ ഒരു ചോദ്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും എനിക്ക് എത്തുകയുണ്ടായി. അത് വഖഫിന്റെ യാഥാർത്ഥ്യത്തെ തന്നെ പിന്നിലേക്ക് തള്ളുന്നതാണ്. വഖഫേനൌവിന്റെ ടൈറ്റിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി അവർ മനസ്സിലാക്കുന്നു. ഞങ്ങൾ സ്പെഷ്യലാണ് എന്നവർ വിചാരിക്കുന്നു. ചിലരുടെ ഉള്ളിൽ, ചിലരുടെ ഹൃദയത്തിൽ ഈ ചിന്താഗതി ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ വഖഫേനൌവിൽ ആണ്, അതുകൊണ്ട് പെൺകുട്ടികളാണ് എങ്കിൽ നാസിറാത്തിന്റെയോ ലജനയുടെയോ, ആൺകുട്ടികളാണെങ്കിൽ അത്ഫാലിന്റെയോ ഖുദ്ദാമിന്റെയോ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ സംഘടന വ്യത്യസ്തമായ ഒരു സംഘടനയായിരിക്കുന്നു. ഇത് തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ്. ആരുടെയെങ്കിലും ഉള്ളിൽ ഇതുണ്ടെങ്കിൽ ജമാഅത്തിലെ ഒരു ഭാരവാഹി പോലും, ഏതുവരെ എന്നാൽ ജമാഅത്തിന്റെ അമീർ പോലും തന്റെ പ്രായമനുസരിച്ച് ബന്ധപ്പെട്ട ശാഖാ സംഘടനയുടെ മെമ്പർ ആയിരിക്കും. എല്ലാ വഖഫേനൌ ആൺകുട്ടികളും പെൺകുട്ടികളും ഓർക്കേണ്ടതാണ്, അവർ അവരുടെ പ്രായമനുസരിച്ച് അവരുടെ ശാഖാ സംഘടനയിലെ മെമ്പർമാരാണ്. അവരുടെ പരിപാടികളിൽ ഭാഗവാക്കാവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആരാണോ പങ്കെടുക്കാത്തത് അവരെക്കുറിച്ച് ബന്ധപ്പെട്ട ശാഖാ സംഘടനയുടെ സദർ റിപ്പോർട്ട് ചെയ്യുക. അഥവാ ആ വഖഫേനൌവിന്റെ പരിഷ്കരണം നടക്കുന്നില്ല എങ്കിൽ അത്തരം കുട്ടികളെ, ആൺകുട്ടികളെ, യുവാക്കളെ വഖഫേനൌ പദ്ധതികളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും ജമാഅത്തി പരിപാടി ഉണ്ടെങ്കിൽ, വഖഫേനൌവിന്റെ പരിപാടി ഉണ്ടെങ്കിൽ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ശാഖാ സംഘടനകൾ തങ്ങളുടെ പരിപാടി നടത്തുകയും വഖഫേനൌ തങ്ങളുടെ പരിപാടി നടത്തുകയും ചെയ്യുന്ന ഒരു ക്ലാഷും ഇല്ലാത്ത സമയം നോക്കി പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ വഖഫേനൌ വളരെ സ്പെഷ്യലാണ്. എന്നാൽ സ്പെഷ്യൽ ആണ് എന്ന് അവർ തെളിയിച്ചു കാണിക്കണം. എന്താണ് അവർ തെളിയിച്ചു കാണിക്കേണ്ടത്? അവർ അള്ളാഹുമായുള്ള ബന്ധത്തിൽ മറ്റുള്ളവരെക്കാൾ മുൻകടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ സ്പെഷ്യലാണ് എന്ന് പറയപ്പെടും. അവരിൽ ദൈവഭയം
മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എങ്കിൽ അവർ സ്പെഷ്യൽ ആണ് എന്ന് പറയപ്പെടും. അവരുടെ ആരാധനയുടെ നിലവാരം മറ്റുള്ളവരെക്കാൾ വളരെ ഉന്നതമായിരിക്കണം. അപ്പോൾ അവർ സ്പെഷ്യൽ ആണ് എന്ന് പറയപ്പെടും. അവർ ഫർള് നമസ്കാരത്തോടൊപ്പം നഫലുകളും അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അപ്പോഴായിരിക്കും അവർ സ്പെഷ്യലായി തീരുക. അവരുടെ പൊതുവിലുള്ള സ്വഭാവത്തിന്റെ നിലവാരം അങ്ങേയറ്റം ഉന്നതമായിരിക്കണം. അതാണ് സ്പെഷ്യൽ ആകുന്നതിന്റെ ഒരടയാളം. അവരുടെ സംഭാഷണം, സംസാരം അത് മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യതിരിക്തമായിരിക്കണം. വ്യക്തമായ വ്യത്യാസം മനസ്സിലാകണം. പൂർണ്ണമായും ശിക്ഷണം നേടിയതും എല്ലാ അവസ്ഥകളിലും ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന്. അപ്പോഴായിരിക്കും സ്പെഷ്യൽ ആവുക. പെൺകുട്ടികളാണ് എങ്കിൽ അവരുടെ വസ്ത്രവും പർദ്ദയും ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മാതൃകയായിരിക്കണം. അതിനെ മറ്റുള്ളവർ കണ്ടുകൊണ്ട് അസൂയപ്പെടണം. ഇപ്രകാരം പറയണം: തീർച്ചയായും ഈ സാഹചര്യത്തിൽ താമസിച്ചിട്ടും അവരുടെ വസ്ത്രവും പർദ്ദയും ഒരു അസാധാരണമായ മാതൃകയാണ്. അപ്പോഴായിരിക്കും അവർ സ്പെഷ്യലായി തീരുക. ആൺകുട്ടികളാണ് എങ്കിൽ അവരുടെ ദൃഷ്ടികൾ ലജ്ജ കാരണം താഴേക്ക് കുനിഞ്ഞതായിരിക്കണം. അവിടെയും ഇവിടെയും തെറ്റായ കാര്യങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നവർ ആയിത്തീരരുത്. അപ്പോഴായിരിക്കും സ്പെഷ്യൽ ആവുക. ഇന്റർനെറ്റിലും മറ്റു കാര്യങ്ങളിലും നിരർത്ഥക കാര്യങ്ങൾ കാണുന്നതിന് പകരം ആ സമയം ദീനിന്റെ അറിവ് കരസ്ഥമാക്കുന്നതിനു വേണ്ടി ചിലവഴിക്കുന്നവരായിരിക്കണം. അപ്പോഴായിരിക്കും സ്പെഷ്യൽ ആവുക. ആൺകുട്ടികളുടെ രൂപം മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യതിരിക്തമാക്കുന്നതായിരിക്കണം. അപ്പോഴായിരിക്കും സ്പെഷ്യൽ ആവുക. ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും അതിലെ കൽപ്പനകൾ അന്വേഷിക്കുന്നവരും അതന്വേഷിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. അത് വഖഫിനോ ആൺകുട്ടികളും പെൺകുട്ടികളും ആണ് എങ്കിൽ അവർ സ്പെഷ്യൽ ആണ് എന്ന് പറയാൻ സാധിക്കും. ശാഖാ സംഘടനകളുടെയും ജമാഅത്തി പരിപാടികളിലും മറ്റുള്ളവരെക്കാൾ മുൻകടന്ന് സ്ഥിരമായി പങ്കെടുക്കുന്നവരായിരിക്കണം. മാതാപിതാക്കളോട് എങ്കിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരായിരിക്കണം എങ്കിൽ അവർ സ്പെഷ്യലാണ്. മാതാപിതാക്കളോട് നല്ല പെരുമാറ്റം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൽ തങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങളെക്കാൾ മുൻകടന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രത്യേകതയാണ്. വിവാഹ സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഭൗതികത നോക്കുന്നതിന് പകരം ദീനിനെ നോക്കുന്നവരാണ് എങ്കിൽ, പിന്നീട് ആ ബന്ധം പൂർത്തിയാക്കുന്നവരുമാണ് എങ്കിൽ, അപ്പോഴായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക തങ്ങൾ പൂർണ്ണമായും ദീനി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ബന്ധം ഉറപ്പിക്കുന്നവരാണ്. അപ്പോഴായിരിക്കും സ്പെഷ്യൽ എന്ന് പറയാൻ സാധിക്കുക. ഇവരിൽ സഹനത്തിന്റെ കഴിവ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കണം. കലഹവും അടിപിടിയും ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും രക്ഷപ്പെടുന്നവരാണ് എങ്കിൽ, എന്നല്ല രഞ്ജിപ്പ് ചെയ്യുന്നവരാണ് എങ്കിൽ സ്പെഷ്യലാണ്. തബ്ലീഗിന്റെ മൈതാനത്ത് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ആ നിർബന്ധ കടമ നിറവേറ്റുന്നവരാണ് എങ്കിൽ സ്പെഷ്യലാണ്. ഖിലാഫത്തിനോടുള്ള അനുസരണം, അതിന്റെ തീരുമാനമനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ ഒന്നാം നിരയിലാണ് എങ്കിൽ സ്പെഷ്യലാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനശീലരും ത്യാഗം ചെയ്യുന്നവരും ആണ് എങ്കിൽ തീർച്ചയായും അവർ സ്പെഷ്യലാണ്. വിനയത്തിലും നിസ്വാർത്ഥതയിലും ഏറ്റവും മുൻകടന്നവരാണ് എങ്കിൽ, അഹങ്കാരത്തെ വെറുക്കുന്നവരും അതിനെതിരിൽ ജിഹാദ് ചെയ്യുന്നവരും ആണ് എങ്കിൽ വളരെ സ്പെഷ്യലാണ്. MTA-യിൽ എന്റെ ഖുതുബകൾ കേൾക്കുകയും എന്റെ എല്ലാ പരിപാടികളും കാണുന്നവരുമാണ് എങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി അവർ സ്പെഷ്യലാണ്. അഥവാ ഈ കാര്യങ്ങൾ അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അവൻ വിലക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും സ്പെഷ്യൽ ആണ്. എന്നുമാത്രമല്ല വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളവരാണ്. അതല്ല എങ്കിൽ നിങ്ങളിലും മറ്റുള്ളവരിലും ഒരു വ്യത്യാസവും ഇല്ല. ഇത് മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. ഈ രീതിയിൽ തങ്ങളുടെ കുട്ടികളുടെ തർബീയത്ത് നടത്തേണ്ടതാണ്. കാരണം ഈ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കാനുള്ള മാർഗം നിങ്ങളെ അള്ളാഹു ആക്കിയിരിക്കുന്നു. അഥവാ ഇതില്ല എങ്കിൽ, ഈ കാരണം കൊണ്ട് ലോകം നിങ്ങളുടെ മാതൃക കാണുന്നവരല്ല എങ്കിൽ
നിങ്ങൾ സ്പെഷ്യൽ എന്നത് പോകട്ടെ, തങ്ങളുടെ പ്രതിജ്ഞകൾ പൂർത്തിയാക്കാത്തത് കാരണം, കൂറിന്റെ നിലവാരം പൂർത്തിയാക്കാത്തത് കാരണം ആത്മാർത്ഥത ഇല്ലാത്തവരുടെയും പ്രതിജ്ഞാലംഘകരുടെയും കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ എണ്ണപ്പെടും. തർബീയത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ മാതാപിതാക്കൾ ഈ കാര്യത്തിന് ഉത്തരവാദികളാണ്. ഈ അർത്ഥത്തിൽ അവരെ സ്പെഷ്യൽ ആക്കി മാറ്റുക. വലുതായതിനു ശേഷം ഈ വഖഫെനൗകൾ സ്വയം സ്പെഷ്യൽ ആകുന്നതിന്റെ നിലവാരം കരസ്ഥമാക്കുക. ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിനിടയ്ക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജമാഅത്തിനോട് ചോദിക്കുക, ഞങ്ങൾ ഏത് ലൈനിലാണ് പോകേണ്ടത്. സ്വയം തീരുമാനം എടുക്കുന്നതിനു പകരം ലൈൻ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വഖഫെനൗ ആൺകുട്ടികൾ, ഞാൻ മുമ്പും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ജാമിയകളിൽ പോയി മുറബ്ബിയും മുബല്ലിഗും ആയിത്തീരുന്നതിന് ആദ്യത്തെ മുൻഗണന നൽകുക. ഇപ്പോൾ ഇതിന്റെ ആവശ്യമാണുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തിന്റെ സ്ഥാപനം കഴിഞ്ഞിട്ട് ദീർഘകാലം കഴിഞ്ഞ രാജ്യങ്ങളിൽ മാത്രമല്ല പുതിയ ജമാഅത്തുകൾ രൂപീകൃതമാകുന്നത്, മറിച്ച് പുതിയ പുതിയ രാജ്യങ്ങളും അള്ളാഹു ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാ രാജ്യങ്ങളിലും അനേകം മുറബ്ബിമാരുടെയും മുബല്ലിഗീങ്ങളുടെയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. പാകിസ്ഥാനിൽ റബൂയിൽ ഒരുപാട് ഡോക്ടർമാരുടെ, വിവിധ വകുപ്പുകളിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. കാദിയാനിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അഥവാ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തിലുള്ളവർ എന്റെ ഖുതുബ കേൾക്കുന്നു. തങ്ങളുടെ രാജ്യങ്ങളിൽ വഖഫെനൗകളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുക. പ്രാവീണ്യം നേടിയ ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. പ്രാവീണ്യം നേടിയ ഡോക്ടർമാരില്ല എന്നത് നമ്മുടെ പക്കലുള്ള ഒരു വലിയ വിടവാണ്. ആഫ്രിക്കയിൽ ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. എല്ലാ വകുപ്പുകളിലേക്കും ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ ഗോട്ടിമാലയിൽ വലിയ ഹോസ്പിറ്റൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് കാനഡയിൽ നിന്നും പോകാൻ സാധിക്കും. ഇവിടെയും ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. ഈ ആവശ്യം ഭാവിയിൽ ഇനിയും വർദ്ധിക്കും. ഇന്തോനേഷ്യയിൽ ആവശ്യമുണ്ട്. ജമാഅത്ത് വ്യാപിക്കുന്നതനുസരിച്ച് ഈ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഈ രാജ്യങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി, അനുഭവം കരസ്ഥമാക്കി വഖഫെനൗ കുട്ടികൾ ഡോക്ടർമാരാകുന്നവർ അവർ മുന്നോട്ട് വരേണ്ടതാണ്. ഏതെല്ലാം രാജ്യങ്ങളിൽ പോകാനാണോ എളുപ്പമായിട്ടുള്ളത് അവിടെ പോകേണ്ടതാണ്. തങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ ജമാഅത്ത് അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. ഡോക്ടർമാരും ടീച്ചർമാരും അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആകാവുന്നതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുക. കുറച്ച് ആർക്കിടെക്റ്റും എഞ്ചിനീയർമാരും വേണം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യമുള്ളവർ പള്ളികളും മിഷൻ ഹൌസുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും മറ്റും നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായ മേൽനോട്ടം നടത്തി പ്ലാനിംഗ് ചെയ്ത് ജമാഅത്തിന്റെ ധനം ലാഭിക്കുന്നതിനു വേണ്ടി കുറഞ്ഞ പൈസയിൽ കൂടുതൽ മെച്ചം ഉള്ളതും സൗകര്യവും ഒരുക്കുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ആവശ്യമുണ്ട്. അതിനും മുന്നോട്ട് വരേണ്ടതാണ്. ഇതിപ്പോൾ ജമാഅത്തിന് ആവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഭാവിയിൽ ആവശ്യങ്ങൾ അവസ്ഥകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചില വഖഫെനോകൾക്ക് അവരുടെ താൽപര്യവും ചില വിഷയങ്ങളിൽ കൂടുതലായി ഉണ്ടാകും. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ താൽപര്യം കണ്ടുകൊണ്ട് അവർക്ക് അനുവാദം നൽകുന്നു അവർക്ക് പഠിക്കാൻ. എന്നാൽ ഞാനിവിടെ വിദ്യാർത്ഥികളോട് ഇതുകൂടി പറയാം, അവർ സയൻസിന്റെ വിവിധ വകുപ്പുകളിൽ റിസർച്ച് ചെയ്യുന്നതിനു വേണ്ടിയും പോവുക. ഈ കാര്യത്തിൽ പൊതുവായ നിലയിൽ വഖഫെനോകളും മറ്റുള്ളവരും ഉൾപ്പെടും. സയൻസിന്റെ വിവിധ വകുപ്പുകളിൽ ഉള്ള റിസർച്ചിൽ നമ്മളിൽ നിന്ന് ഉന്നതരായ ശാസ്ത്രകാരന്മാർ ഉണ്ടായാൽ ഭാവിയിൽ ദീനിന്റെ അറിവ് നൽകുന്നവർ അഹ്മദികൾ ആകുമ്പോൾ, ലോകം ദീൻ പഠിക്കാൻ നിങ്ങളെ ആശ്രയിക്കുമ്പോൾ, അതോടൊപ്പം
ഭൗതിക അറിവ് കരസ്ഥമാക്കുന്നവരും അഹമ്മദി മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. ലോകം നിങ്ങളെ ആശ്രയിക്കും. അത്തരം അവസരത്തിൽ വഖഫേനൗകൾ തീർച്ചയായും ഭൗതികമായ ജോലി ചെയ്യുകയായിരിക്കും. എന്നിരുന്നാലും അവരുടെ ലക്ഷ്യം ഈ അറിവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിന്റെ തൗഹീദ് ലോകത്ത് സ്ഥാപിച്ചു കാണിക്കുക എന്നുള്ളതായിരിക്കും. അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുക എന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളിൽ വഖഫേനൗകൾക്ക് പോകാൻ സാധിക്കും. എന്നാൽ അടിസ്ഥാന ലക്ഷ്യം ഇതായിരിക്കണം. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ വാഖഫ് സിന്ദഗിയാണ്. ഏതു സമയത്തും എന്നോട് ഭൗതിക ജോലി ഉപേക്ഷിച്ച് ദീനീ സേവനത്തിനു വേണ്ടി പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള ഒഴിവ് കഴിവും പറയാതെ, ഒരു വിധത്തിലുള്ള കാരണവും ഉപായവും കണ്ടെത്താതെ വരുന്നതായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം എല്ലാ വഖഫേനവും ഓർത്തിരിക്കേണ്ടത്, ഭൗതിക ജോലി ചെയ്യാനുള്ള അനുവാദം അവർക്ക് നൽകുന്നു. എന്നാൽ ഈ ഭൗതിക ജോലി അവരെ അള്ളാഹുവിന്റെ ആരാധനയിൽ നിന്നും, ദീനിന്റെ അറിവിൽ നിന്നും, ദീനിന്റെ സേവനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതായി മാറരുത്. മറിച്ച് അതിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കാനുള്ള പരിശ്രമമായിരിക്കണം അവരുടെ പ്രഥമ മുൻഗണന. വിശുദ്ധ ഖുർആന്റെ വിശദീകരണം, ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളുടെ പാരായണം എല്ലാ വഖഫേനൗവിനെ സംബന്ധിച്ചും നിർബന്ധമാണ്. വഖഫേനൗ വകുപ്പ് 21 വയസ്സുവരേക്ക് ഏകദേശം സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിലവിലുണ്ട്. അതിനുശേഷം സ്വയം തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഇത് വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എത്ര തന്നെ നാവ് കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ തർബിയത്ത് നടത്തിയാലും, ഏതുവരെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും അതനുസരിച്ചായിത്തീരുന്നില്ലയോ അതുവരെ അതിന് ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. മാതാപിതാക്കൾ തങ്ങളുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ മാതൃകയാക്കി മാറ്റേണ്ടതായി വരും. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മാതൃക കാണിക്കേണ്ടതായി വരും. ഉന്നത സ്വഭാവത്തിനായി മാതൃകയായി മാറേണ്ടതായി വരും. ദീനീ അറിവ് പഠിക്കുന്നതിലേക്ക് സ്വയം ശ്രദ്ധിക്കേണ്ടതായി വരും. കളവിനോടുള്ള വെറുപ്പിന്റെ ഉന്നത മാതൃക കാണിക്കേണ്ടതായി വരും. വീടുകളിൽ ചിലർക്ക് ചില ഭാരവാഹികളിൽ നിന്ന് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നിസാമിന് എതിരിലോ ഭാരവാഹികൾക്കെതിരിലോ സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരും. MTA-യിൽ ചുരുങ്ങിയത് എന്റെ ഖുതുബ കേൾക്കേണ്ടതായി വരും. ഈ കാര്യങ്ങൾ കേവലം വഖഫേനോ മാതാപിതാക്കൾക്ക് മാത്രമല്ല നിർബന്ധം, മറിച്ച് തങ്ങളുടെ തലമുറയെ ജമാഅത്ത് വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കണം, തങ്ങളുടെ തലമുറ ജമാഅത്ത് വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അഹമ്മദികളും തങ്ങളുടെ വീടുകൾ അഹമ്മദി വീടുകളാക്കി മാറ്റേണ്ടതാണ്. ഭൗതികരുടെ വീടുകളാക്കി മാറ്റാതിരിക്കുക. അതല്ല എങ്കിൽ അടുത്ത തലമുറ ഭൗതികതയിൽ വീണ് അഹമ്മദിയത്തിൽ നിന്ന് വിദൂരപ്പെടും എന്ന് മാത്രമല്ല അള്ളാഹുവിൽ നിന്നും ദൂരേക്ക് പോകുന്നതാണ്. തങ്ങളുടെ ഇഹലോകവും പരലോകവും രണ്ടും നശിപ്പിച്ചു കളയും. എല്ലാ വഖഫേനോ കുട്ടികളും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരും തഖ്വയിൽ ചരിക്കുന്നവരും ആക്കി അള്ളാഹു മാറ്റട്ടെ എന്ന് മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളും അവരുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും അവരെ എല്ലാവിധത്തിലുള്ള ദുഷ്പേരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതായി മാറട്ടെ. മറിച്ച് എല്ലാ അഹമ്മദികളും യഥാർത്ഥ അഹമ്മദികളായി തീരട്ടെ. അതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ കൂടെ കൂടെ ഉപദേശിച്ചിരിക്കുന്നു. ലോകത്ത് എത്രയും പെട്ടെന്ന് നാം അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ പതാക ഉയരുന്നതായി കാണുന്നതിനു വേണ്ടി ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യൻ 1-2 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇങ്ങനെയല്ല കാര്യം. പറയുന്നു, അനുസരണം ഒരു പ്രയാസകരമായ കാര്യമാണ്. സഹാബാക്കളുടെ അനുസരണം അതായിരുന്നു അനുസരണം, അഥവാ അനുസരണത്തിന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. പറയുന്നു, അനുസരണം ഒരു എളുപ്പമുള്ള കാര്യമാണോ? ആരാണോ പൂർണ്ണമായ നിലയിൽ അനുസരിക്കാത്തത് അവർ ഈ ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കുന്നു. കൽപ്പന ഒന്നല്ല, കൽപ്പനകൾ അനേകം ഉണ്ട്. ഏതുപോലെ സ്വർഗത്തിന് അനേകം വാതിലുകൾ ഉണ്ടോ, ചിലർ ചിലതിലൂടെ പ്രവേശിക്കുന്നു, ചിലർ ചിലതിലൂടെ പ്രവേശിക്കുന്നു, അതുപോലെ നരകത്തിനും അനേകം വാതിലുകളുണ്ട്. നിങ്ങൾ നരകത്തിന്റെ ഒരു വാതിൽ അടയ്ക്കുകയും മറ്റൊന്ന് തുറന്നിടുകയും ചെയ്യുന്നവരാകാതിരിക്കട്ടെ. വീണ്ടും പറയുന്നു,
മനുഷ്യൻ ബൈഅത്ത് ചെയ്ത് ഈ ജമാഅത്ത് സത്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഇത്രമാത്രം വിശ്വസിക്കുന്നത് കൊണ്ട് അയാൾക്ക് അനുഗ്രഹമുണ്ടാകും എന്ന് വിചാരിക്കരുത്. കേവലം വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹു സന്തോഷിക്കുകയില്ല. ഏതുവരെ സൽപ്രവർത്തികളില്ലയോ, ഈ ജമാഅത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് നല്ലവരും മുത്തക്കീങ്ങളും എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നവരും ആയിരിക്കാൻ പരിശ്രമിക്കുക. നാവിനെ മൃദുവാക്കി വെക്കുക. ഇസ്തിഗ്ഫാറിനെ തങ്ങളുടെ ശീലമാക്കി തീർക്കുക. നമസ്കാരത്തിൽ ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളും നമ്മുടെ തലമുറകളും നന്മയിലും തഖ്വയിലും നിലനിൽക്കുന്നവരായി തീരട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷനെ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.